ഇന്നപ്പോൾ ഒരു സ്ഥലം വരെ പോകാനുള്ള ഒരുക്കാണിത്. എവിടെയാണ് പോണേന്ന് വല്ലയപ്പം കുളിയും കഴിഞ്ഞിട്ട് പറയാം. നല്ല ശക്തിയായിട്ട് തേച്ചുരച്ച് കഴിവട എന്ന് പറയും പോലെ ഞാൻ നല്ല ആഞ്ഞ് തേക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് പല്ലി കമ്പി ടൈറ്റ് ചെയ്യാൻ പോവുകയാണ്. പോയിട്ട് ഒരു 5-6 മാസമായി. അതുകൊണ്ടാണ് ഇത്ര ശക്തിയായിട്ട് തേച്ചുരച്ച് കഴുകുന്നത്. അപ്പം ഞാനും അച്ഛനും കൂടെയാണ് പോണത്. അച്ഛൻ രാവിലെ ഉറക്കെണീച്ചപ്പോഴേ പറഞ്ഞ്, നിനക്ക് ഒരുങ്ങണമെങ്കിൽ വേഗം പോയി എല്ലാം ചെയ്യ്, എനിക്ക് നിന്നെ കാത്തു നിൽക്കാനൊന്നും പറ്റും. അങ്ങനെ ഞാൻ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ക്രീമൊക്കെ അവർ തേക്കുന്നുണ്ട്. ഞാൻ തേക്കുന്ന ക്രീം ഏതാണെന്ന് വെച്ചാൽ ഒലയുടെ SPF 15 ഗ്ലോയിങ് റേഡിയൻസ് ക്രീമാണ്. ഇവിടെ എഴുതി വെച്ചിട്ടാണ് കേട്ടാ പറയണേ, വായിൽ വരുമ്പോൾ തെറ്റിപ്പോണ സാധനം. അങ്ങനെ ഈ ക്രീം ഞാൻ കുറേ നാളായിട്ട് തേക്കുന്നതാണ് കേട്ടാ. നല്ല ക്രീമാണ്. ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും നല്ല ബെസ്റ്റായിട്ട് തോന്നിയ ഒരു ക്രീമാണ്. അങ്ങനെ കഴുത്തിലും കയ്യിലും കണ്ണിലും കാലിലും ഒക്കെ എടുത്ത് തേക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇനി നമ്മളെ മെയിൻ ഐറ്റം വരാൻ പോകുന്നത്. അതില്ലാതെ ഞാൻ എവിടെയും പോകാം. എന്താന്ന് വെച്ചാൽ ലിപ്സ്റ്റിക്ക്. ഇത് ഉപയോഗിക്കാതെ ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾ ഉണ്ടാന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞിട്ടാവും. ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്ന ഡാസ്ലറിൻ്റെ തന്നെ ന്യൂഡ് ഷെയ്ഡായിട്ടുള്ള ലിപ്സ്റ്റിക്. അങ്ങനെ അടുത്ത പരിപാടിയാണ് കണ്ണിൽ കോലം വരയ്ക്കുക എന്നുള്ളത്. ഞാൻ ഡാസ്ലറിൻ്റെ ഐലൈനറാണ് ഉപയോഗിക്കുന്നത്. പല്ലി കമ്പി ടൈറ്റ് ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടാന്ന് ചോദിച്ചാൽ ആവശ്യമില്ല. എന്നാലും നമ്മുടെ ഒരു കോൺഫിഡൻസ് അല്ലേ. ആഹാ, അങ്ങനെ ഒരു കണ്ണിൽ എഴുതി കഴിഞ്ഞപ്പോഴേ എനിക്ക് തോന്നി, ഓ ഞാൻ എന്തൊരു ചുന്ദരി. അങ്ങനെ ക്യാമറ നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട്. പഷ്ടി തന്നെ. അങ്ങനെ 2 കണ്ണിലും മേളിൽ എഴുതി കഴിഞ്ഞപ്പോൾ കണ്ടിട്ട് സൂഹിക്കണില്ല. അങ്ങനെ എടുത്തിട്ട് താഴെയും കൂടെ കോലം വരയ്ക്കുന്നുണ്ട്. എന്തിനാണോ അത്രയും നേരം ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെയാണ് ഞാൻ അവസാനം പോവാൻ വേണ്ടി ഇറങ്ങി. കമ്പിയൊക്കെ ടൈറ്റ് ചെയ്ത് മുടുക്കനായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോയപ്പോഴേ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് പോയത്, എടാ തിരിച്ചു വരുമ്പോൾ എനിക്ക് മുടി വെട്ടിത്തരണേന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞതിൻ്റെ ഇതിൽ അച്ഛൻ താ കയറിയിരുന്ന് മുടി വെട്ടി. എന്നിട്ട് എന്നെ വെട്ടാൻ സമ്മതിക്കാതെ അപമാനിച്ച് വിടുകയും ചെയ്യും.